പോലീസ് ഈശ്വര, ഈ ശാപം ഞാൻ എവിടെ കൊണ്ട് കഴിയിക്കളെ. ഈ അറിവില്ല പൈതലായ മകനോട് ക്ഷമിക്കലാമേ, ക്ഷമിക്കളെ, ക്ഷമിക്കളെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടുണ്ട്. സാറേ, മറ്റേ സാധനം കൊണ്ടുവന്നിട്ടില്ല. മറ്റേ ഊതുന്ന ഇല്ലേ, ഞാൻ വെള്ളം വന്നേ, എനിക്ക് ഊതാൻ മുട്ടിട്ട് വയ്യ സാറേ, അതാന്ന് മനസ്സിലായി. ഞാൻ ഊതിക്കുന്നേ. സത്യം പറയല്ലോ, എൻ്റെ കൈ ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, പാൻ കാർഡില്ല, എനിക്ക് ആധാർ കാർഡ് പോലും ഇല്ലെന്ന്. ഞാനൊരു സാധാരണ പൗരനല്ല, ഞാൻ വെള്ളമാകുന്നു. സാറിനിപ്പോ എന്നെ പബ്ലിക് ന്യൂസൻസ് എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾ അതൊന്നും ചെയ്യാതെ, നിങ്ങളുടെ ഉത്തരവാദിത്തം പാലിക്കാതെ ഇവിടെ വയ്ക്കേണ്ട കാര്യം എന്താ? ഇവൻ പണി മേടിച്ചിട്ടേ ഇങ്ങനെ ഒരു വികാരവും ഇല്ലാത്ത പോലീസുകാരെ ഞാൻ ആദ്യമായിട്ട് കാണും. സാധാരണ പോലീസുകാർ കണ്ടാ നിമിഷം അടിക്കും. അങ്ങനെ പോലെ പ്ലീസ്, ഞാൻ പറയുന്നത് സാറെങ്കിലും ഞാൻ പറയുന്നത് സാറേ, എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ മദ്യപിച്ച് മാത്രമല്ല കള്ളും കുടിച്ചോണ്ട്. എങ്ങോട്ട് സാറേ? നീ വണ്ടി എവിടെ ഒക്കെ പറയാം. പോയിക്കോ, രണ്ടും പോയിക്കോ, നോക്കിക്കോ. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഐഡിയ കൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യും. ഓ മയ്യത്താലും ഓനെടുത്ത് പുറത്തിടാ. സലാം ബാബ. എന്താണോ യമാനെ, ഓനെ കുറിച്ച് വല്ല വിവരം? ഇല്ല ബാബ, നമ്മുടെ സ്ക്വാഡ് മുഴുവൻ സ്പ്ലിറ്റായി അന്വേഷിക്കാനിപ്പോ. വൈകുന്നേരത്തിനുള്ളിൽ പൊക്കിയിരിക്കും ഉറപ്പായിട്ടും. ഓന്റെ ഉമ്മാക്ക് ഡോക്ടർമാര് കൊടുത്തിരിക്കുന്നത് 24 മണിക്കൂർ സമയം. പക്ഷെ ഓൻ ഞാൻ കൊടുക്കുന്നത് ഇന്ന് ഇരുട്ടും വരെ. ഓ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ. പടച്ചോന്റെ രൂപത്തിലാണ് ഞാൻ അയാളെ കണ്ടത്. പക്ഷെ അയാൾ ശരിക്കും ചെകുത്താനാ. 10 കഴിഞ്ഞ 11ാമത്തെ ഒരു ഇട്ടുകൊടുക്കലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ 11ാമത് ഞാനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടപ്പൻ അറിയോ, പോലീസിന് ഒറ്റിക്കൊടുത്ത കാശ് തന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ചതിക്കാൻ മടിയില്ലാത്തവരുടെ ലോകം. ഒരിക്കൽ പെട്ട പിന്നെ രക്ഷപ്പെടാൻ പാടാ. എന്താ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ എൻ്റെ ഉമ്മ ചങ്ക് പൊട്ടിച്ചാവും, എനിക്ക് ഉറപ്പാ. ഇതവർക്ക് കൊടുക്കാന്ന് വെച്ചാൽ അവരാരെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ചു എൻ്റെ ഒരു വണ്ടിക്കൂലി പോലും ഇല്ല. തിരിച്ചു പോകുന്നത് ഇതിലും അപകട. എടാ 2 ഫോണിൽ ഏതെങ്കിലും എടുക്കുള്ളൂ. പിന്നെ എന്നിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഫോൺ എടുത്തെന്ന് പറഞ്ഞ് പെറ്റിയടിക്കാനായിട്ട്. ഒന്ന് പോ സാറേ. സാർ, ഞങ്ങൾ കോവൂർ സിഗ്നലിന് അടുത്തുണ്ട് സാർ. അവിടെ തന്നെ ഉണ്ടവൻ. ആ ഏരിയ മൊത്തം ഓക്കെ സാർ. അവിടെ നിന്ന് മിസ്സാവരുത്. ഓക്കെ സാർ. ജംഷേ വാ. ഇവിടെ അവൻ ഈ ഏരിയയിൽ എവിടെയാണ് സാറേ? കാശ് അലവലാദികള്. ആ കാക്കി ബാൻഡ് കണ്ടപ്പോഴേ തോന്നി കാശ് കിട്ടില്ലാന്ന്. പടച്ചോനെ, ഇതിന്റെ അടിയൊന്നും നിക്കണില്ലല്ലോ.
വിളിക്കുമ്പോ ഫോൺ എടുക്കണില്ലല്ലോ. ഓനെ കണ്ട ഒരു പാവത്തിനെ പോലെ ഇരിക്കുന്നു. പാവത്തിനെ പോലെ ഇരിക്കുന്നു. പക്ഷെ ഓന്റെ കണ്ണിലൊരു കള്ള ലക്ഷണമുണ്ട്. ചങ്ങാതിയെ പറ്റിക്കാൻ മാത്രം ചങ്കുറപ്പുള്ളവനാണെന്ന് തോന്നുന്നില്ല. ഓടട്ടെന്നെ, കോഴിക്കോടിന്റെ കളം നമ്മളെ കൈവെള്ളിലാണെന്ന് ചെക്കനറിയില്ലല്ലോ. അല്ല ഷാജേട്ടാ, മറ്റേ അലീക്കട കൂട്ടരവനെ മാന്തിയാലോ? ഓന് വേണ്ട നമ്മളെ കായല്ലേ, കായ കൊണ്ട് പോട്ട്. നമുക്ക് വേണ്ട ചെക്കനെയാ. ചെക്കന്റെ മയ്യത്തിന് ഇപ്പൊ 2 കോടിക്ക് മേൽ വില വരും. ഉമ്മാന്റെയും മോന്റെയും മയ്യത്ത് ഒരുമിച്ചെടുക്കേണ്ടി വരുമോ ഷാജേട്ടാ? വെള്ളമണ്ടി ഓ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അതെന്താന്ന് പറയും, ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ 2 പോലീസുകാർ വന്നു. അവരോട് 2 പേരോട് ഞാൻ ആദ്യം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഒരു ഐഡിയ പ്രയോഗിക്കാൻ പോവാം. ഞാനിപ്പോൾ അങ്ങ് തല്ലാൻ പോവാ നിങ്ങളെ. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പരാതി കൊടുക്കുന്നു, അവരെന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. പ്രശ്നം തീരത്തോടെ കൊന്നുകളാണ് റാസ്കൂടെ. നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ബുക്ക് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേരോട് അടി പറഞ്ഞ അപ്പൊ അടിയാ. അവന്മാരെ തല്ലിയിട്ട് പോയ കണ്ടില്ല, കൂട്ടുകാരനാണ് പോയി. എന്നാ നിന്നെ വളർത്തിയ സമയത്ത് ഒരു പട്ടയെ വളർത്തി അത് കുഴയ്ക്കെങ്കിലും ചെയ്തേ. പോവാ. എവിടെ പോ, ഇങ്ങോട്ട് വാ. എല്ലാം ശരിയാവും, ഞാനില്ലേ കൂടെ. പോലീസാ? ചേട്ടാ, ഇവനെന്തിനാ അതിനകത്തോട്ട് ഓടിക്കേറിയത്? അടുത്ത പണി. നിന്റെ ഫോൺ എന്തേടാ? എത്ര നേരായി വിളിക്കുന്നേ? കരണ്ടൊന്നും ഇല്ലേന്, ചാർജ് ഇല്ലാണ്ട് ഫോൺ ഓഫായി പോയി. നീ എന്തിനാ ഓടിയേ? ഞാനോ? ശരിയാണല്ലോ, ഞാനെന്തിനാ ഓടിയത്? അതെന്നോടാണോ ചോദിക്കണേ? ഓനോടി ഉണ്ടല്ലോ ഞാൻ ഓടിയത്. ഓനാരാ? ദാ വരുന്ന ഓൻ. ഇവനോ? ഏച്ചിക്കറിയോനെ? ഡോ ഇങ്ങോട്ട് വാടോ. പേടിക്കണ്ട, പോര്. ഏച്ചൊന്നും ചെയ്യില്ല. അത് ഇവിടെ രാവിലെ മുതൽ പെട്ട് ഒരു പാവം പയ്യനാന്ന്. ഓന്റെ ഫോൺ ഒരു വണ്ടി വെച്ച് കളഞ്ഞു പോയി, അത് തപ്പി ഇറങ്ങിയതാ. ഡോ താൻ എവിടെന്നാ? എറണാകുളം. തന്റെ പേരെന്താ? ഷാനു. ഇവിടെ കുറച്ച് പൈസ വാങ്ങാൻ വന്നതാ. നിന്നോട് ഞാൻ ചോദിച്ചോ? അത് പിന്നെ ഓൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ചേച്ചി വെച്ച് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിട്ടാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല ചേച്ചി, ഇത്രയും നേരം നിലത്ത് നിൽക്കാത്ത ഓട്ടായിരുന്നു. ഇപ്പൊ നല്ല വിശപ്പ്. ഇതിനേക്കാ വിശപ്പുള്ള കൊറേ പേര് ആ വഴിയിലുണ്ടാവും. അവർക്കൊക്കെ കൊടുത്തിട്ട് നീ കഴിച്ചാ മതി. നാരായണേട്ടന്റെ ഓട്ടോയില് ഫുഡ് ഉണ്ട്, അങ്ങനെ മാനാഞ്ചലിൽ കാണും. നീ അങ്ങോട്ട് വേഗം ചെല്ല്. അല്ല, അപ്പൊ ഈ ചെക്കന കാര്യോ? അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ പോണല്ലേ? ഒന്ന് പോവെന്റെ കണ്ണപ്പാ. എന്നാ പയ്യെ പിന്നെ പോയിട്ട് വരാം. പിന്നെ നമ്മുടെ നാരായണേട്ടന് ഇടയ്ക്ക് വിടാറുള്ള പണ്ടിട്ട് മമ്മാലില്ലേ, പുള്ളിയുടെ ഓട്ടോയിലാ ഫോൺ പോയത്. ശരി. അപ്പൊ ശരി, എന്നാ ഞാൻ പോയി ഫുഡ് കൊടുത്തിട്ട് വരാം. ധൈര്യമായിരിക്കേ, കഴിയുമ്പോ വിളിച്ചാ മതി, ചേച്ചി കണ്ടുപിടിച്ച് തരും. ശരി ചേച്ചി. ഞാനൊരു കുഴപ്പക്കാരനൊന്നുമല്ല. എൻ്റെ ഉമ്മയുടെ ആശുപത്രി ആവശ്യത്തിന് ഒരാളിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങാൻ വേണ്ടി വന്നതാ. അവരുടെ നമ്പർ ആ ഫോണിലായിപ്പോയി. അവരുടെ അഡ്രസ് എനിക്കറിയില്ലേ? ഇല്ല, എനിക്ക് നമ്പർ മാത്രമേ തന്നുള്ളൂ. അല്ല, രാവിലെ താൻ എന്തിനാ ഓടിയത്? അത് പിന്നെ പോവാലെന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ചപ്പോ ഞാനാകെ പേടിച്ചു പോയി, അതാ. വാ വാടോ, തനിക്ക് ഫോൺ വേണ്ടേ? അപ്പൊ കേറ്.